വരുന്ന വഴിക്ക് വണ്ടിക്ക് കിട്ടിയ പണി കാരണം വണ്ടി എടുത്തിട്ട് കൂടുതൽ കറങ്ങണ്ടെന്ന് വിചാരിച്ച് വണ്ടി റിസോർട്ടിൽ ഏൽപ്പിച്ചിട്ട് നമ്മളൊരു സ്കൂട്ടി അങ്ങ് റെൻറ്റിനെടുത്ത്. എന്നിട്ട് സ്കൂട്ടിലാണ് നമ്മൾ പോണ്ടിയുടെ മെയിൻ പാർട്ടായ വൈറ്റ് ടൗൺ, പിന്നെ ഈ റോക്ക് ബീച്ച്, ഈ ഏരിയയിലോട്ട് വന്നത് ഫ്രഞ്ച് സ്ട്രീറ്റ് അതൊക്കെയുള്ള ഏരിയയുണ്ട്. ഇതെല്ലാം ഒരേ ഏരിയ തന്നെ ആയതുകൊണ്ട് നമ്മൾ വണ്ടി അവിടെ അടുത്തായിട്ട് തന്നെ എടുത്ത് പാർക്ക് ചെയ്തിട്ട് നടന്ന് എല്ലായിടവും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നല്ല വെയിലൊക്കെ ആയിരുന്നു. ആദ്യമേ തന്നെ മ്യൂസിയത്തിൽ കയറി 10 രൂപയായിരുന്നു ഫീസ്. മ്യൂസിയത്തിൽ കയറി നല്ല വേർത്തായിരുന്നു. ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് നടപ്പായിരുന്നു. നടന്ന് 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 കാലൊക്കെ ഒരു പരുവായി ചൂടൊക്കെ എടുത്ത് ഇതുപോലുള്ള മഞ്ഞ പെയിൻ്റ് അടിച്ച സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്ത് കാണുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ വെള്ള പെയിൻ്റ് അടിച്ച ഇലകളൊക്കെ ഉള്ള നമ്മൾ വിചാരിക്കും ഇത് തന്നെ ആയിരിക്കും എല്ലായിടത്തും. അല്ല, എല്ലായിടത്തും വ്യത്യസ്തമായ ചില ബിൽഡിങ്ങുകളൊക്കെയാണ്. ചിലതൊക്കെ പഴയതാണ്, ചിലതൊക്കെ നല്ല കളറൊക്കെയാണ്. പക്ഷെ ഫോട്ടോ എടുക്കുന്ന പോലത്തെ സ്ഥലങ്ങളൊന്നും എല്ലായിടത്തും കാണുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ റോക്ക് ബീച്ചാണ്. റോക്ക് ബീച്ചിനും ഈ ബിൽഡിങ്ങുകൾക്കിടയിൽ നടന്നു പോകാനൊരു നല്ലൊരു ഏരിയ ഉണ്ട്. ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അങ്ങനെ വലിയ തിരക്കുകളൊന്നുമില്ല. പക്ഷേ വീക്കെൻഡ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും ഇവിടെ എന്ന് എനിക്ക് തോന്നി. കാരണം നെക്സ്റ്റ് ഡേ ഞങ്ങളിവിടെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഈവനിങ് ആകുമ്പോഴും തിരക്ക് കൂടുതലാക്കാനാണ് സാധ്യത. പക്ഷേ റോഡുകളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കാർ എടുത്തുകൊണ്ട് വരാത്ത ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇവിടെ പാർക്കിംഗ് വളരെ ഒരു ട്രബിളായിട്ടുള്ളൊരു കാര്യമാണ്. സ്കൂട്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളൂ. കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എടുക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടെന്ന് മനസ്സിലായി. സോ ഞങ്ങൾ പിന്നെ ഇവിടെയൊക്കെ കുറേ നടന്ന് ക്ഷീണിച്ച് ഒരു പരുവായി ഇങ്ങനെ വന്നപ്പോഴാണ് ഒരു ഐസ്ക്രീം ഷോപ്പ് കണ്ടത്. GMT എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ഇൻസ്റ്റയിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചപ്പം ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. നോർമലി കാണുന്ന ഐസ്ക്രീം ഒന്നുമല്ല. പക്ഷെ നല്ല വിലയാണ്. 120, 130 അങ്ങനെയൊക്കെയാണ് വില. പിന്നെ ഞാനൊരു ബ്ലൂബെറി രഞ്ജിത്തൊരു ഐസ്ക്രീമും എടുത്ത് ഞങ്ങളത് കഴിച്ചു. അത് കഴിഞ്ഞ് വന്ന വഴി തന്നെ പിന്നെ സ്കൂട്ടിയൊക്കെ എടുത്തൊന്ന് വീണ്ടും കറങ്ങി. അപ്പോഴത്തേനും ചൂടൊക്കെ ഒന്ന് താന്നിരുന്നു. പിന്നെ എല്ലായിടത്തും ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരുന്നു. സോ പിന്നെ വിചാരിച്ചു റിസോർട്ടിൽ പോകാം, റിസോർട്ടിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു.